ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പ്രിൻസിപ്പൽ വാല്യൂ എന്നൊരു ക്വസ്റ്റ്യൻ കാണും. പിന്നെ നമുക്ക് അതിനകത്ത് നിന്ന് ഫൈൻഡ് ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഫോർമുല വെച്ചൊരു ക്വസ്റ്റ്യൻ കാണും. പിന്നെ നമുക്ക് നാലാമത്തെ പ്രോപ്പർട്ടി വെച്ച് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് π/2 എന്ന് പറഞ്ഞ സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കാണും. അങ്ങനെ നമുക്ക് ആകെ വളരെ കുറച്ച് ടോപ്പിക്കിൽ നിന്ന് മാത്രം മാർക്ക് വരികയും അത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 ആണെങ്കിൽ നമുക്കതിനെ അറിയാം സൈൻ ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞാൽ വെറുതെ ഈ മൈനസ് പുറത്തേക്ക് എടുത്താൽ മതി പ്രോപ്പർട്ടി അനുസരിച്ച്. അപ്പോൾ നമുക്ക് എങ്ങനെ വരും മക്കളെ? സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 വരും. കാരണം നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് x ആണ്. അതുപോലെ സെയിം വരുന്ന ഏതൊക്കെയാണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് x വരും. സെയിം അതുപോലെ കൊസീക് ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞാൽ കൊസീക് ഇൻവേഴ്സ് ഓഫ് x വരും. അതായത് സൈനിനകത്തും ടാനിനകത്തും കൊസീക്കിനകത്തും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ആ നെഗറ്റീവിനെ വെറുതെ നമ്മൾ പുറത്തേക്ക് എടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ ഇവിടെ നന്നായി പഠിക്കേണ്ട കാര്യം എന്താണ്? ഈ വാല്യൂസ് എല്ലാം നല്ലവണ്ണം പഠിക്കുക. ഇപ്പോൾ നമ്മൾ സൈനിന് 1/2 വന്നു കഴിഞ്ഞാൽ ഏത് വാല്യൂ ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വാല്യൂ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ ഈ ഒരു കാര്യം ഓർക്കുക, സൈനിന് ടാനിന് കൊസീക്കിന് ഇതിനകത്ത് മൂന്നിനകത്തും മൈനസ് വന്നാൽ വെറുതെ മൈനസ് പുറത്തേക്ക് എടുക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ പറയണം? സൈൻ 45, സൈൻ 30, സൈൻ 60ൻ്റെയൊക്കെ വാല്യൂ ഒന്ന് നന്നായി പഠിച്ചു വയ്ക്കാം. ഇനി നമുക്കറിയാം സൈൻ വേഴ്സ് ഓഫ് -1/2 എന്ന് പറഞ്ഞാൽ മൈനസ് അങ്ങനെ തന്നെ എഴുതി. 1/2 എന്ന് പഠിച്ചേക്കണ ഏതാണ്? 30 ആണ്. 30 എന്ന് പറയുമ്പോൾ റേഡിയൻ മെഷറിലേക്ക് എഴുതാമോളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു -π/6 വരും. ഇനി സെയിം എക്സാമ്പിൾ ഓരോന്നുകൂടി നമുക്ക് ചെയ്തു നോക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് -1 ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്താണ്? മൈനസ് വെറുതെ പുറത്തെടുത്താൽ മതി. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 വരും. ഇനി 1 എന്ന് പറയുന്ന വാല്യൂ ഏതിനാണ് നമ്മൾ പഠിച്ചേക്കണേ? π/4 ആണ്. 45 ആണ്. 45 എന്ന് പറയുമ്പോൾ താഴെ 4 വരും. അപ്പം -π/4 വരും. ഇനി അടുത്ത മൂന്നാമത്തതെന്ന് പറഞ്ഞ് നമുക്ക് വരുന്ന കൊസീക്ക് ഇൻവേഴ്സ് ആണ്. കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് -√2 ആണ്. കൊസീക്കിന് മൈനസ് വന്നാൽ വെറുതെ മൈനസ് പുറത്തേക്ക് എടുത്താൽ മതി. അപ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് √2 വരും. ദെൻ മൈനസ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു √2 എന്തിനാണ്? കൊസീക്ക് ഏതിൻ്റെ റെസിപ്രോക്കലാണ്? സൈൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ സൈന് നമ്മൾ 45 പഠിച്ച് ഏത് വാല്യൂവിനെ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 45. ദാറ്റ് ഈസ് ഈക്വൽ ടു π/4 വരും. ഇതാണ് അതിനകത്ത് വരുന്ന 3 ഇതിനകത്ത് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ ഓരോ വാല്യൂവിനും നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ഫ്രീ ആയിട്ട് നമ്മുടെ ക്ലാസ്സോറ എന്ന ആപ്പിനകത്ത് ഉണ്ട്. അത് നിങ്ങൾക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് പ്ലേ സ്റ്റോറിൽ നിന്ന് കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നാലാമത്തെ പ്രോബ്ലം നോക്കാം നമുക്ക്. ഇനി നമുക്കറിയാം കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 ആണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. കോസിന്, സീക്കിന്, കോട്ടിന് ഇതിനൊക്കെ മൈനസ് വന്നാൽ എങ്ങനെ എഴുതാം? കോസ് ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞാൽ π കോസ് ഇൻവേഴ്സ് x ആണ്. കോട്ട് ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞാൽ π കോട്ട് ഇൻവേഴ്സ് x ആണ്. ദെൻ അടുത്തത് സീക്ക് ഇൻവേഴ്സ് ഓഫ് -x ഈക്വൽ ടു π സീക്ക് ഇൻവേഴ്സ് x ആണ്. ഇത് മൂന്നെണ്ണത്തിനകത്തും നെഗറ്റീവ് വന്നാൽ നമ്മളപ്പോൾ π മൈനസ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ അപ്പോൾ ഈ കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? π കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 വരണം. അപ്പോൾ π അങ്ങനെ തന്നെ എഴുതി. മൈനസ് കോസിന് നമ്മൾ 1/2 ഏത് വരയ്ക്കാണ് പഠിച്ചത്? 60 ഡിഗ്രി അല്ലേ? 60 എന്ന് പറയുമ്പോൾ റേഡിയനിലേക്ക് മാറ്റുമ്പോൾ താഴെ 3 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3π -π/3 വരും. അപ്പോൾ ദെൻ ആൻസർ ഈസ് 2π/3 വരും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കാം. കോട്ട് ഇൻവേഴ്സ് ഓഫ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ -1 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? π കോട്ട് ഇൻവേഴ്സ് ഓഫ് 1 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? π π/4 ദാറ്റ് ഈസ് ഈക്വൽ നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ആൻസർ ഈസ് 3π/4 വരും. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂവിൻ്റെ ഒന്നാമത്തെ ടൈപ്പ് പ്രോബ്ലം ആണ്. ഇതിനകത്ത് നമുക്ക് എന്താണെങ്കിലും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ഷുവറാണ്. നന്നായി പഠിക്കുക. ഇതിൻ്റെ നമ്മൾ വാല്യൂസൊക്കെ 2-3 നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്ക് രണ്ടാമത് വരുന്ന പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സൈൻ ഇൻവേഴ്സ് ഓഫ് sin 13π/6 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ.
ഇവിടെ നമുക്കറിയാം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഫസ്റ്റ് വൺ ഇവിടെ നമ്മൾ ഇതിനെ ഒന്ന് മാറ്റി എഴുതണം. ഒരു വാല്യൂ കിട്ടിക്കഴിയുമ്പോൾ നമുക്കറിയാവുന്ന വാല്യൂ നമ്മൾ പഠിച്ചതാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താണ് അത് സൈൻ ഇൻവേഴ്സും സൈനും വെട്ടിക്കളഞ്ഞിട്ട് ആൻസർ എഴുതാം. പക്ഷേ ഇവിടെ നമ്മൾ 13π/6 വാല്യൂ നമുക്ക് അറിയത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ സപ്പോസ് നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഇതിന് സൈൻ എന്ന് കൊടുക്കുക. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 13π/6 ആവും. ഇനി നിങ്ങൾക്കറിയാം ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതുമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയിരിക്കും. അപ്പോൾ നേരെ ഇതിനെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് സൈൻ വൈ കിട്ടും. ഇനി ഇവിടെ നോക്കിക്കേ, സൈൻ 13π/6 എന്ന് പറയുന്നത് നമ്മൾ റിഡക്ഷൻ ഫോർമുല വെച്ച് നമ്മൾ പഠിച്ചേക്കണയാണ്. ഇത് കഴിഞ്ഞ വർഷം പഠിച്ചൊരു ടോപ്പിക്കാണ്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ സൈൻ അങ്ങനെ തന്നെ എഴുതി. ഈ 6 എന്ന് പറയുന്നത് മുകളിൽ കിടക്കുന്ന നമ്പർ ന്യൂമറേറ്ററിൽ വരുന്നത് 30 ആണ്. അപ്പോൾ ഈ 6-നുമായിട്ട് 6ൻ്റെ ഏത് മൾട്ടിപ്പിളിൻ്റെ കൂടെ നമ്പർ കൂട്ടുമ്പോഴാണ് കുറയ്ക്കുമ്പോഴാണ് നമ്മൾ ഈ 30 കിട്ടുന്നത് നോക്കണം. അപ്പോൾ നോക്കിക്കേ, 30യോട് അടുത്ത് കിടക്കുന്ന 6ൻ്റെ മൾട്ടിപ്പിൾ ഏതാ 12 അല്ലേ? അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 2π + π/6 എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ നോക്കി? 6 2 12 12 1 13. അപ്പോൾ ഏതൊരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ താഴെ കിടക്കുന്ന നമ്പർ നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഈ മുകളിൽ കിടക്കുന്ന ന്യൂമറേറ്ററിൽ കിടക്കുന്ന നമ്പർ ഈ താഴെ കിടക്കുന്ന നമ്പറിൻ്റെ ഏത് മൾട്ടിപ്പിളിനോട് കൂടി കിട്ടുന്നതാണെന്ന് നോക്കണം. നിയറസ്റ്റ് ആയിട്ട് വരുന്ന നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ 6 ആണെങ്കിൽ 6നോട് അടുത്ത് വരുന്ന 12 അല്ലേ മക്കളെ? ഇപ്പോൾ ഇവിടെ 15 ആണെങ്കിൽ ഇപ്പോൾ 4 താഴെ വരണമെങ്കിൽ 4 16 വരും. അപ്പോൾ നമ്മളൊന്ന് നോക്കണം ഇതിനകത്ത് ഏതാണ് സെയിം ആയിട്ട് അടുത്ത് വരുന്ന നമ്പർ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ക്ലിയറായി. ഇനി നമുക്കറിയാം ഇവിടെ 2π വന്ന സെയിം ട്രിഗണോമെട്രി ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ വെറുതെ സൈനാണ്, സൈൻ അങ്ങ് എഴുതി. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഈ π/6 അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ സൈൻ π/6 എഴുതി. പിന്നെ നമ്മുടെ ചെറിയ ഒരു കുരിശ് വരച്ച് വെക്കുക അല്ലേ? 2π എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. 2π + θ എവിടെ വരുന്നത്? ഫസ്റ്റിലല്ലേ? ഫസ്റ്റിൽ 6 ട്രിഗണോമെട്രി ഫംഗ്ഷൻ പോസിറ്റീവാണ്. ഓൾ സ്റ്റുഡൻസ് ടേക്ക് എ കോഫി എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് എന്ത് വരും? π/6 വരും. പ്ലസ് ആണ് വരുന്നത്. ഫസ്റ്റ് ക്വാർട്ടറിലായിരുന്നു. ഇനി നിങ്ങൾ നോക്കി, ഈ സൈനും അപ്പുറം വന്നാൽ വെട്ടിപ്പോയില്ലേ? അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് π/6 കിട്ടി. വളരെ സിമ്പിളാണ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഒരു ക്വസ്റ്റിനോടെ ചെയ്ത് നോക്കാം. മൂന്നാമതൊരു ക്വസ്റ്റിനോടെ ചെയ്ത് നോക്കാം. ഈ മോഡലിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 7π/6 ആണെന്ന് വെച്ചോ. ഇവിടെ നമുക്കറിയാം ആദ്യമേ ഫസ്റ്റ് വൺ y കൊടുത്തു. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 7π/6. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇതിന് നേരെ ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ വൈ ആയി. ടാൻ വൈ എന്ന് പറയുന്നത് ടാൻ 7π/6 ആയി. കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് നോക്കാം. ടാൻ അങ്ങനെ തന്നെ എഴുതി. ഈ 7π/6 എന്ന് പറഞ്ഞാൽ 6 അല്ലേ? ഈ 6ൻ്റെ ഏത് മൾട്ടിപ്പിളിനോട് നമ്പർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോഴാണ് ഈ 7 കിട്ടുന്നത്? 6 ആണ്. അപ്പോൾ 1π ആണ്. അപ്പോൾ 1π പ്ലസ് വരും, മൈനസ് വരും, പ്ലസ് വരും. കാരണം 6നേക്കാൾ 1 കൂടുതലാണ്. അപ്പോൾ +π/6 വരും. അപ്പോൾ നേരെ ടാനിനും പ്രത്യേകതയാണ്, ഏത് ട്രിഗണോമെട്രി ഫംഗ്ഷനും പൈയോ 2πയോ വന്ന സെയിം ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ടാൻ അങ്ങനെ തന്നെ എഴുതി. ഇവിടെ റിഡക്ഷൻ ഫോർമുലയ്ക്കകത്ത് ഈ π/6 അങ്ങനെ തന്നെ കൊടുത്തു. ഇനി നിങ്ങൾക്കറിയാം ഇത് ഏത് ക്വാഡ്രൻ്റാണ്? പൈ ഇവിടെയാണ്, തേർഡ് ക്വാർട്ടറിലാണ് ടാൻ അല്ലേ? π + θ എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാർട്ടറിലാണ്. തേർഡ് ക്വാർട്ടറിൽ ടാൻ എന്താണെന്ന് നമ്മൾ പഠിച്ചേക്കണേ? ഓൾ സ്റ്റുഡൻസ് ടേക്ക് എ കോഫി. ടാൻ പോസിറ്റീവാണ്. ആൻസർ ഈസ് പോസിറ്റീവ് വരും. ഈ ടാനും അങ്ങ് വെട്ടിപ്പോവും. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് π/6 വരും. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഇതിനകത്ത് വരുന്ന പ്രിൻസിപ്പൽ വാല്യൂ എന്ന് വരുന്ന ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഇഷ്ടമായിരുന്നു നമ്മുടെ ആപ്പിനകത്തുണ്ട്. അത് ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫ്രീ ആണ്. എല്ലാവരും നമ്മുടെ ക്ലാസ്സോറ എന്ന് പറഞ്ഞ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇഷ്ടംമാതിരി ഒരേപോലത്തെ പ്രോബ്ലംസ് ഉണ്ട്. അത് നിങ്ങൾ കണ്ടുപഠിക്കുക കേട്ടോ. ഓൺ എക്സാമിന് അത് കണ്ടുപഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കായിരിക്കും ആ ചാപ്റ്ററിൽ നിന്ന്. അവിടെ നമുക്ക് അടുത്ത ടൈപ്പിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരുന്നത്. ടാൻ ഇൻവേഴ്സ് ഓഫ് 2 × സൈൻ ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറയുന്ന മോഡൽ. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷമൊക്കെ പബ്ലിക് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളാണ് താനും, എന്നെങ്കിൽ നമുക്ക് എളുപ്പമാണ്, നമുക്ക് ഈസി ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇവിടെ നോക്കാം, നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എല്ലാ പ്രോബ്ലത്തിനകത്തും നിങ്ങൾ എന്താ വരുന്നത്? ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് തുടങ്ങും അല്ലേ? ഇത് നമ്മൾ അകത്തുനിന്നാണ് തുടങ്ങുന്നത്, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ 2 ടാൻ ഇൻവേഴ്സിൻ്റെ 2 അങ്ങനെ തന്നെ എഴുതണം. ഈ സൈൻ അങ്ങനെ തന്നെ എഴുതണം. നിങ്ങൾ നോക്കുക, കോസ് ഇൻവേഴ്സ് 1/2 നമ്മൾ ഏത് വിലയെ മക്കളെ പഠിച്ചേക്കണേ? 1/2 പഠിച്ചേക്കണേ. കോസ് 60 ആണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ 60 എന്ന് എഴുതി
എഴുതിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2 ഇൻറ്റു സൈൻ 60ൻ്റെ വാല്യൂ എന്താ പഠിച്ചേക്കണം, √3/2 അല്ലേ, ആ വാല്യൂ അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഈ 2ഉം 2ഉം വെട്ടിപ്പോയി. അപ്പോൾ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്, ടാൻ ഇൻവേഴ്സ് ഓഫ് √3 ആണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് √3 എന്ന് പറഞ്ഞാൽ 60 ടാൻ 60 √3 വരുന്നത്. അപ്പോൾ റേഡിയനിൽ വരുമ്പോൾ മാത്രമേ ഇവിടെ അങ്ങനെ എഴുതാമുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു π/3. അവിടെ നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് π/3 ആണ്. അപ്പോൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒത്തിരി നമ്മുടെ ക്ലാസ് ഓവറുടെ ആപ്പ് ഉണ്ട്. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഫ്രീ ആണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ക്ലാസ് ഓവർ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ചാപ്റ്റർ ഇതുപോലത്തെ ഇഷ്ടംമാതിരി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അത് നന്നായി പഠിക്കുക. ഈ ചാപ്റ്ററിനകത്ത് വരുന്ന ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് നമുക്ക് പ്രൂവ് ദാറ്റ് പ്രോബ്ലംസ് ആണ്. അതിനകത്ത് നമ്മളൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻസ് അറിഞ്ഞ് പഠിക്കേണ്ട പ്രോബ്ലംസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുന്ന ഡയറക്റ്റ് ആയിട്ട് പ്രൂവ് ദാറ്റ് പ്രോബ്ലം ആണ്. നമുക്ക് മൂന്നാമത്തെ പ്രോപ്പർട്ടി വെച്ച് വരുന്ന പ്രോബ്ലം, ആ ടൈപ്പ് ഒരു പ്രോബ്ലം വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2x √1 - s². ഇതൊരു പ്രോബ്ലമാണ്. ഇവിടെ നമുക്ക് ഫോർമുലയൊന്നും അറിയത്തില്ല. നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്നും അറിയത്തില്ല, അത് ഏതാണെന്ന് പഠിച്ച് നമ്മൾ മറന്നുപോയി. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ഓർത്ത് വയ്ക്കണം, ഈ പുറത്ത് ആരാ കിടക്കണമെന്ന് നോക്കണം. അത് നമ്മളൊന്നും കൊടുത്തു നോക്കണം. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ലക്കിന് അത് കറക്റ്റായിട്ട് വരും. മിക്കവാറും എല്ലാ പ്രോബ്ലത്തിനകത്തും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇവിടെ പുറത്ത് ആരാ കിടക്കണം, സൈൻ അല്ലേ. അപ്പോൾ നമ്മൾ ഈ എക്സിന് സൈൻ അങ്ങ് കൊടുത്തു നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം മക്കളെ, പുട്ട് x ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ തീറ്റ എന്ന് പറഞ്ഞ് എന്താണ്, നേരെ ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് സൈൻ നേരെ ഇപ്പുറത്തേക്ക് വരും അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് x ആയി മാറും. ഇത് നമ്മൾ ഇതെല്ലാം ഇക്വേഷനിലേക്ക് അതങ്ങ് കൊടുക്കണം. അപ്പോൾ y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2 ഇൻറ്റു എക്സിന് സ്ഥാനത്ത് എന്ത് കൊടുക്കണം, ഈ സൈൻ തീറ്റ കൊടുക്കണം. അപ്പോൾ ദേ സൈൻ തീറ്റ എന്നായി, എക്സ് എവിടെയുണ്ടോ അവിടെയെല്ലാം നമ്മൾ ആ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്താകും മക്കളെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഏതാണ്, 1 - sin² തീറ്റയാവും. അതായത് ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ സൈൻ തീറ്റ കൊടുക്കണം, ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ സൈൻ തീറ്റ കൊടുക്കുക. ഇനി നമുക്കറിയാം y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2 അങ്ങനെ തന്നെ എഴുതി, സൈൻ തീറ്റ എഴുതി. ഇനി നോക്കിക്കേ, റൂട്ടിനകത്ത് കിടക്കുന്ന സാധനത്തിന് നമ്മളൊന്ന് പുറത്താക്കണം അല്ലേ. 1 - sin², ഈ സൈനും കോസും ഭയങ്കര കൂട്ടാണ്. ഇപ്പോൾ ട്രിഗണോമെട്രിയിലാണെങ്കിലും നമ്മൾ റിഡക്ഷൻ ഫോർമുലയ്ക്കകത്തും ഡെറിവേറ്റീവിനകത്തും ഇൻ്റഗ്രേഷനകത്തും ഇവർ വേറെ പിരിയാൻ പറ്റാത്ത കൂട്ടുകാരാണ്. അപ്പോൾ 1 - sin² തീറ്റ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും കൂട്ട്, കോസ് അല്ലേ. സ്ക്വയർ ഉള്ളതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും, cos² തീറ്റ. അതൊക്കെ നമ്മളിവിടെ ഇങ്ങനെ സൈഡിൽ എഴുതിയാൽ മതി. എഴുതി വീണ്ടും എഴുതി സ്റ്റെപ്പൊന്നും സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ റൂട്ടിനകത്ത് cos² തീറ്റ വരും. അപ്പോൾ അത് പുറത്തേക്ക് വരുമ്പോൾ എന്താവും മക്കളെ, ദാറ്റ് ഈസ് ഈക്വൽ ടു cos തീറ്റ വരും. ഇനി നമുക്ക് ഇപ്പോഴും നമ്മുടെ ഫോർമുല നിങ്ങൾക്ക് അറിയാൻ പാടില്ല. ഇവിടെ പുറത്ത് ആരാ കിടക്കണേ, 2 അല്ലേ. ഇവിടെ കിടക്കണത് 2, ഇവിടെ ആരാ കിടക്കണത്, സൈൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കങ്ങ് ധൈര്യമായിട്ട് അങ്ങ് എഴുതാം സൈൻ ഇൻവേഴ്സ് ഓഫ്, അത് സൈൻ 2 തീറ്റയുടെ ഫോർമുല ആയിരിക്കും. ഫോർമുല പഠിക്കണമെന്നൊന്നുമില്ല. ഇവിടെ ആരാ കിടക്കണേ, 2, പുറത്ത് ആരാ കിടക്കണേ, സൈന്. ഈ ഒരു ഫോമിൽ പഠിച്ചേക്കണേ നമ്മൾ സൈനാണ്. ടാനിൻ്റെ ഫോർമുലയുണ്ട്, അത് മറന്നു പോരുത്. അപ്പോൾ ഇവിടെ 2 എന്ന് പറഞ്ഞാൽ 2 ആണ് കിടക്കുന്നത്, സൈനാണ് കിടക്കുന്നത്. അപ്പോൾ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ, ആ ഒരു ഇക്വേഷൻ കാണുമ്പോൾ ഏകദേശമൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ ഇത് സൈനും സൈൻ ഇൻവേഴ്സും വെട്ടിപ്പോകും. കാരണം ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷനും അത് തന്നെ ഉള്ളിൽ വന്നാൽ, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഏതൊരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ പുറത്ത് വന്നാലും ഉള്ളിലുള്ളതിനെ എന്താക്കി മാറ്റണം, പുറത്തിറക്കണതിലേക്ക് ആക്കി മാറ്റണം. അപ്പോഴാണ് നമുക്കത് വെട്ടിപ്പോകുള്ളൂ. അപ്പോൾ ഇവിടെ സൈനായി, പുറത്ത് സൈനായി, നമ്മുടെ കാര്യം കഴിഞ്ഞില്ലേ. ഇനി ഇത് രണ്ടും അങ്ങ് വെട്ടിക്കളയണം. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് 2 തീറ്റ വരും. അപ്പോൾ y ആയല്ലോ. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ തീറ്റയ്ക്ക് പകരം നമുക്ക് വാല്യൂ കൊടുക്കണം. നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് തീറ്റ സമയം എന്താണ്, 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ്. ഇത് നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്നുള്ള ക്വസ്റ്റ്യൻ ആയി. ഇത് നമ്മൾ നേരെ ഡെറിവേറ്റീവിനകത്ത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷനിലേക്ക് ഇതേ ക്വസ്റ്റ്യൻ വരും. അപ്പം നമ്മൾ ഒന്നും ചെയ്യേണ്ട, അവിടെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. dy/dx എന്ന് പറഞ്ഞാൽ 2 അവിടെ നിർത്തണം. ഈ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ മക്കളെ, 1/√1 - s². ഇത് പഠിക്കുമ്പോൾ നമുക്ക് 2 ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ് കിട്ടുന്ന. ഇൻവേഴ്സിൻ്റെയും ഡെറിവേറ്റീവിലെയും ഒരേ സമയം നമുക്ക് 2 ക്വസ്റ്റ്യൻ കിട്ടും. ഇത് ഡയറക്റ്റ് ഫോർമുല കൊടുക്കുന്ന പ്രോബ്ലംസ് ആണ്. ഇപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനോടെ നോക്കാം. കോസ് ഇൻവേഴ്സ് ഓഫ് 1 - s²/1 + s² ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ നോക്കി, എന്തിനായിരിക്കും കൊടുക്കണേ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കിടക്കുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ പഠിച്ച ടാനിൻ്റെ രൂപത്തിലാണ് അല്ലേ. കാരണം നമുക്കറിയാം cos 2 തീറ്റ എന്ന് പറഞ്ഞാൽ ആദ്യം ഫോർമുല എഴുതണം, 1 - tan² തീറ്റ/1 + tan² തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ എക്സിന് എന്തായിരിക്കും കൊടുക്കേണ്ടത്, ടാൻ തീറ്റ അല്ലേ. അപ്പോൾ ദെയർഫോർ നമ്മൾ എന്ത് കൊടുത്തു, പുട്ട് x ഈക്വൽ ടു ടാൻ തീറ്റ കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും, ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ ടാൻ തീറ്റ വരും, ഇവിടെ ടാൻ തീറ്റ വരും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 1 -
ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് കോസ് ഇൻവേഴ്സ് ഓഫ് ഏതാണ് ഫോർമുല? കോസ് 2 തീറ്റ അല്ലേ? കൊടുത്തു കോസ് 2 തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസും വെട്ടിപ്പോയി 2 തീറ്റ വരും. തീറ്റയ്ക്ക് പകരം നമ്മൾ എന്തെഴുതി? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എഴുതി. ഇവിടെ എല്ലാം നമ്മൾ നോക്കി ഈ രണ്ട് പ്രോബ്ലം ഒന്ന് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പറഞ്ഞ രീതിയിലല്ല ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അവിടെ കോസ് അല്ല, അവിടെ നമ്മൾ ഓർത്ത് വെക്കണം ടാനാണ് കൊടുക്കുന്നത്. ഇത് നേരെ കിടന്നുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇക്വേഷനിലേക്ക് പോയത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കിടക്കുന്ന ടാനിൻ്റെ ഫോർമുലയാണെന്നറിയാം കോസിന്. അപ്പോൾ 1 അതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. 1 - ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. പുട്ട് എക്സിന് ടാൻ തീറ്റ കൊടുത്തു. അപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് 2 തീറ്റ വെട്ടിപ്പോയി കഴിഞ്ഞാൽ 2 ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ തന്നെ നമുക്കറിയാം dy/dx കൂടെ ഈ ചാപ്റ്ററിൽ കാണാം. 2 × ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നേരെ എഴുതിയാൽ മതി 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ഇതെല്ലാം ഡയറക്റ്റ് ഫോർമുല വരുന്നതാണ്. നെക്സ്റ്റ് ഇതേ ടൈപ്പ് പ്രോബ്ലം ഇഷ്ടമാതിരി നമ്മുടെ ആപ്പിനകത്തുണ്ട്. നിങ്ങളത് കയറി നോക്കുക. ഓരോ ഫോർമുലയ്ക്കും കംപ്ലീറ്റ് ഒരുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അത് നന്നായി കണ്ട് ഫ്രീ ആയിട്ട് എല്ലാ കുട്ടികൾക്കും കാണാം. അത് നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അത് ഫ്രീ ആയി കണ്ട് നന്നായി പഠിക്കുക. നമ്മൾ ലെവൽ 2-നകത്ത് എക്സർസൈസ് 2.2-ലെ 8ാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ y = ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്കറിയാം ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷനകത്ത് ടാൻ തീറ്റയുടെ ഒരു പ്രോബ്ലത്തിനകത്ത് എന്താ പ്രത്യേകത? നമ്മൾ ടാനിനകത്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരു ക്വസ്റ്റ്യൻ എപ്പോൾ കിട്ടിയാലും ഈ ഡിനോമിനേറ്ററിൻ്റെ ഫസ്റ്റ് നമ്പർ എപ്പോഴും എന്താക്കണം? 1 ആക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോബ്ലത്തിലും ഇതാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് ഏത് നമ്പറാണ്? ഈ ഡിനോമിനേറ്ററിൻ്റെ ഫസ്റ്റ് നമ്പർ ഏതാണോ അതുകൊണ്ട് ഓരോ നമ്പറിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? ഈ കോസ് എക്സ് എഴുതി, താഴെ കോസ് എക്സ് എഴുതി, മൈനസ് പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഡിവൈഡഡ് ബൈ ഇവിടെ കോസ് എക്സ്, അതിനെയും കോസ് എക്സ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു, മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ്. അതായത് നമ്മൾ ടാനിൻ്റെ ഒരു ഇക്വേഷനകത്ത് എപ്പോഴും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തരുമ്പോൾ ഈ ഡിനോമിനേറ്ററിൻ്റെ ഫസ്റ്റ് നമ്പർ ഏതാണെന്ന് നോക്കുക. ആ നമ്പർ കൊണ്ട് ഓരോ നമ്പറിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ കോസ് എക്സ് ബൈ കോസ് എക്സ്, കോസ് എക്സ് ബൈ കോസ് എക്സ്, സൈൻ എക്സ് ബൈ കോസ് എക്സ്, മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. അപ്പോൾ ടാൻ തീറ്റയുടെ പ്രോബ്ലത്തിൻ്റെ എല്ലാം പ്രത്യേകതയാണ് എല്ലാ ഇക്വേഷനകത്തും ഈ ഡിനോമിനേറ്ററിൻ്റെ ഫസ്റ്റ് നമ്പർ 1 ആവും. അപ്പോൾ 1 അല്ലാതെ ഏത് നമ്പർ വന്നാലും അവിടെ ഏത് നമ്പറാണോ കിടക്കുന്നത് ആ നമ്പർ കൊണ്ട് ഓരോ ടേമിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കിത് ആൻസർ കിട്ടി. ഇനി ഇവിടെ നോക്കി ഈ കോസ് എക്സും വെട്ടിപ്പോവും, ഇത് രണ്ടും വെട്ടിപ്പോവും. അപ്പോൾ നമ്മുടെ ആൻസർ എന്നാ മക്കളെ? ടാൻ ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ എക്സ് ആണ്. ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇവിടെയും സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താ? ടാൻ എക്സ് ആണ്. നമ്മൾ ആ ഇക്വേഷൻ എഴുതി. അപ്പോൾ ഇവിടെ 1 വരും, ഇവിടെ പ്ലസ് ടാൻ എക്സ്, ഇവിടെ രണ്ടും വെട്ടിപ്പോയി 1, ദെൻ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് വരും. അപ്പോൾ നമ്മുടെ ഇക്വേഷനകത്ത് 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് എന്ന് വരും. ഇനി നമ്മൾ ഈ ഇക്വേഷനെ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചൊരു ഫോർമുലയാണ് ഈ കിടക്കുന്നത്. എന്താ നമ്മൾ പഠിച്ചേക്കണേ? ടാൻ π/4 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ആണ്. ടാൻ π/4 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഫോർമുല? 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ വരും നോക്കിക്കേ. y = ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ π/4 പ്ലസ് എക്സ് വരും. നമ്മൾ പഠിച്ച ഈ ഒരു ഫോർമുല ഇവിടെ അങ്ങോട്ട് നേരെ റിവേഴ്സ് കൊടുത്തു. കാരണം 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ π/4 പ്ലസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ടാനും എന്തായി പോവും? ക്യാൻസലായി പോവും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? π/4 പ്ലസ് എക്സ് വരും. അപ്പോൾ y = π/4 പ്ലസ് എക്സും. ഇതിനകത്ത് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിനകത്ത് വരുമ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവും കൂടെ കണ്ടുപോകാം. അപ്പോൾ ഇവിടെ പൈ എന്ന് പറഞ്ഞാൽ dy/dx, π/4 എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എന്താ? 0 ആണ്. പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 1 വരും. ഈ ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് വരുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടോപ്പിക്കും കൂടെ ക്ലിയർ ആകും.
നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് നമുക്ക് നേരെ ഡയറക്റ്റ് അല്ലാത്ത പ്രോബ്ലംസ് നമുക്ക് തരും. ആ ഡയറക്റ്റ് അല്ലാത്ത പ്രോബ്ലംസ് നമ്മൾ എങ്ങനെ ഇതിനകത്ത് ഇൻവേഴ്സ് സോൾവ് ചെയ്യുമെന്ന് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കാം, y is equal to tan inverse of sin x divided by 1 minus cos x ആണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ നമ്മുടെ ഫോർമുലയാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? sin 2xൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 sin x ഇൻറ്റു cos x ആണ് നമ്മൾ പഠിച്ചേക്കണം. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 2x വരുമ്പോൾ നേരെ സബ്മൾട്ടിപ്പിൾ ഫോർമുല വന്നേക്കണേ. ഇവിടെ 2x ആണെങ്കിൽ ഇവിടെ x വരും, ഇവിടെ പകുതി x വരും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ sin x ആണെങ്കിൽ എന്തായിരിക്കും? 2 sin, ഇവിടെ x ആണെങ്കിൽ അതിൻ്റെ പകുതി എടുക്കണം അല്ലേ? അപ്പോൾ 2 sin x/2 വരും, cos x/2 വരും. ഏതൊരു പ്രോബ്ലത്തിനകത്തും sin 2xൻ്റെ ഫോർമുല ഇതാണ്. ഇനി അതിനകത്ത് 2x ആണെങ്കിൽ അതിൻ്റെ സബ്മൾട്ടിപ്പിൾ പകുതി വരും നമ്മുടെ ഇക്വേഷനകത്ത്. അപ്പോൾ ഇവിടെ x വന്നാൽ x/2, ഇവിടെ 4x വന്നാൽ 2 sin 2x ഇൻറ്റു cos 2x വരും. ഇപ്പോൾ 6 ആണെങ്കിൽ 3x വരും, രണ്ടിനകത്തും 3x വരും. ഇപ്പോൾ 4 ആണെങ്കിൽ 2x വരും, 8 ആണെങ്കിൽ 4x വരും, 5 ആണെങ്കിൽ 5x/2 വരും. അതൊരു ഇക്വേഷനാണ്. ഇനി ഇവിടെ നമുക്ക് ഒരു ഇക്വേഷനോടെ ഉണ്ട്, 1 മൈനസ് കോസ് എക്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മൈനസ് വന്നാൽ നിങ്ങളിങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. 1 മൈനസ് വന്നു, 1 മൈനസ് വന്നാൽ 2 സൈൻ സ്ക്വയർ വരും. 1 മൈനസ് വന്നാൽ 2 സൈൻ സ്ക്വയർ. ഈ ആംഗിൾ എത്രയാണോ അതിൻ്റെ നേരെ ഇവിടെയും പകുതി വരും. 1 പ്ലസ് വന്നാൽ കോസ് സ്ക്വയർ എന്ന് ഓർത്താൽ മതി, ഒരെണ്ണം പഠിച്ചാൽ മതി. അപ്പോൾ നോക്കിയാൽ മക്കളെ, 1 മൈനസ് കോസ് 2x ആണ്. ഈ ഫോർമുല എന്തായിരിക്കും? 2 സൈൻ സ്ക്വയർ. ഇവിടെ എന്ത് വരും? നേരെ സബ് മൾട്ടിപ്പിൾ 2xൻ്റെ പകുതി, ദാറ്റ് ഈസ് ഈക്വൽ ടു 2x/2, ദാറ്റ് ഈസ് ഈക്വൽ ടു x വരും. അപ്പോൾ ഏതൊരു നമ്പർ ആണെങ്കിലും ഇപ്പോൾ 1 മൈനസ് കോസ് 4x ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ 2x വരും. അപ്പോൾ അവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ഇനി ഇത് പ്ലസ് വരാം. പ്ലസ് വന്നാൽ ഇവിടെ സൈൻ സ്ക്വയറിന് സ്ഥാനത്ത് എന്ത് വരും? കോസ് സ്ക്വയർ വരും. ഇവിടെ പ്ലസ് വന്നാൽ ഇവിടെ കോസ് സ്ക്വയർ, വേറെ ഒരു ചേഞ്ച് വരുന്നില്ല. അപ്പോൾ ആ ഒരു ഫോർമുല നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കുട്ടിക്ക് 4 പ്രോബ്ലം ഇതിനകത്ത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യനാണിത്. ഇത് നേരെ ഇച്ചിരി ഡയറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ, y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ഈ സൈൻ എക്സിന് നമ്മൾ സിമ്പിളല്ല, ഇത്രയും അറിയാമെങ്കിൽ ഒന്നും അറിയാനില്ല. ദേ ചുമ്മാ കൊടുത്തു 2 sin x/2 cos x/2, ദേ ആൻസറായി. ഡിവൈഡഡ് ബൈ, ഇതിന് ഇനി ഇതിൻ്റെ ഫോർമുല നമ്മൾ കൊടുത്തു. ഏതാ നമ്മുടെ ഫോർമുല? 2 sin സ്ക്വയർ x/2. അപ്പോൾ 2 sin സ്ക്വയർ x/2, ദേ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. 2ഉം 2ഉം വെട്ടിപ്പോയി, സൈനും വെട്ടിപ്പോയി. നമ്മുടെ ആൻസർ ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് cos x/2 ഡിവൈഡഡ് ബൈ സൈൻ x/2 ആയി. ഇനി നിങ്ങൾക്കറിയാം കോസ് ബൈ സൈൻ എന്നാ പഠിച്ചാണ്? കോട്ടല്ലേ. സൈൻ ബൈ കോസ് ടാന്, കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കോട്ടാ പഠിച്ചേക്കണേ. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്ത് കൊടുത്തു മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു കോട്ട് x/2 വരും. ഇനി അപ്പോഴും ഒരു സംശയമായി ഇല്ലേ, ടാനും കോട്ടും വന്നാൽ വെട്ടുമോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്കറിയാം ടാൻ 90 മൈനസ് തീറ്റ എന്താണ്? കോട്ട് തീറ്റയാണ്. കോട്ട് 90 മൈനസ് തീറ്റ ടാൻ തീറ്റയാണ്. സൈൻ 90 മൈനസ് തീറ്റ കോസ്, കോസ് 90 മൈനസ് തീറ്റ സൈനാണ്. അപ്പോൾ ടാൻ എപ്പോൾ കണ്ടാലും അപ്പം ചാടി എഴുതിക്കോളണം. എന്താ? ടാൻ 90 മൈനസ് x/2 വരും. ടാനും കോട്ടും, സൈനും കോസും ടാനും കോട്ടും, സൈനും കോസും, സീക്കും കൊസീക്കും. സൈനും കോസും ഭയങ്കര കൂട്ടാട്ടോ. ടാൻ ഇടയ്ക്കിടയ്ക്ക് കാല് വരും, സീക്കിൻ്റെ കൂടെയും കൂടും, കോട്ടിൻ്റെ കൂടെയും കൂടും. അപ്പോൾ നമ്മളിവിടെ നോക്കി ഇത് രണ്ടും വെട്ടിപ്പോയില്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് 90 മൈനസ് x/2 വരും നമ്മുടെ ആൻസറായി. ഇനി ഇവിടെ നമുക്ക് നോക്കാം, ഈ ഒരു ക്വസ്റ്റിനകത്ത് ഇതിൻ്റെ ഡെറിവേറ്റീവും കൂടെ നമുക്ക് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ പഠിക്കുക. കോൺസ്റ്റൻറ്റ്, 90 ഈസ് എ കോൺസ്റ്റൻറ്റ്. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇപ്പോൾ a² അത് കോൺസ്റ്റൻ്റ് ആണ്, ABCD കോൺസ്റ്റൻ്റ് ആണ്, നമ്പറുകളെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ഒരു കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഇത് 0 ആയി പോകും. ദെൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 എല്ലാവർക്കും അറിയാം. ദെൻ ആൻസർ ഈസ് -1/2 വരും. വളരെ സിമ്പിളാണ്. ഇനി ഇതേ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരുന്നതാണ് ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ എക്സ്. സെയിം മോഡലാണ്. അപ്പോൾ നമ്മളിവിടെ വേറെ ഒന്നും ചെയ്യണ്ട. ടാൻ ഇൻവേഴ്സ് ഓഫ് കോസിന് നമുക്ക് സൈൻ ആക്കിയാലേ നമ്മുടെ ഫോർമുല കൊടുക്കുള്ളൂ അല്ലേ. അപ്പോൾ ഈ കോസിന് പകരം എന്ത് കൊടുക്കണം? സൈൻ π/2, സൈൻ 90 മൈനസ് എക്സ് കൊടുക്കണം. ഇനി ഈ സൈനിനെ നമ്മൾ എന്താക്കണം? കോസ് ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? ഇവിടെ 1 മൈനസ് കോസ് 90 മൈനസ് എക്സ് കൊടുക്കും.
അപ്പോൾ നമ്മളിതേ വീണ്ടും നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഇതിന് എ എന്നങ്ങ് കൊടുത്താൽ മതി. ഓക്കെ, കാരണം നമ്മൾ അതിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആകെ തപ്പലാവും, അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് ഇതെന്ത് വരും, സൈൻ എ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് എ ആയി. ഇനി നമ്മൾ സൈൻ എക്ക് വരെ ഏതാ ഫോർമുല കൊടുക്കണം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പോൾ പറഞ്ഞ ഈ സബ് മൾട്ടിപ്പിൾ ഫോർമുല കൊടുത്തു കഴിയുമ്പോൾ ഇതേ ആൻസറിലേക്ക് നമുക്ക് എത്തും. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അവിടെ എത്ര ക്വസ്റ്റ്യനാണ് കിട്ടിയത്, 3 ക്വസ്റ്റ്യൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനോടെ ആൻസർ ആവും നമുക്ക് ഈ ഒരൊറ്റ പ്രോബ്ലത്തിൽ നിന്ന്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്തായി മക്കളെ, y ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 2 സൈൻ എക്സ് ബൈ 2 സൈൻ എ ബൈ 2 ഇൻറ്റു കോസ് എ ബൈ 2 വരും അല്ലേ. ഇനി നമ്മൾ 1 മൈനസ് കോസ് എക്ക് നമ്മൾ എന്ത് കൊടുക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ എ ബൈ 2 വരും. ഇത് നമ്മുടെ ആൻസർ ആയില്ലേ, 2 2 വെട്ടിപ്പോയി, സൈനും വെട്ടിപ്പോയി. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എ ബൈ 2 ബൈ സൈൻ എ ബൈ 2 എന്തായി മാറി, ദാറ്റ് ഈസ് ഈക്വൽ ടു കോട്ട് എ ബൈ 2 ആയി. ഇനി നമ്മൾ അവസാനം എന്താണ്, കോട്ടും ടാനും വെട്ടിപ്പോവില്ലല്ലോ. അപ്പോൾ അവിടെ അതിനകത്തേക്ക് നമ്മൾ റിഡക്ഷൻ ഫോർമുല കൊടുക്കുക. ടാൻ ഇൻവേഴ്സ് ഓഫ് നമ്മൾ ഇതിനു മുമ്പ് പ്രോബ്ലത്തിൽ എന്താ പഠിച്ചത്, കോട്ടിനെ എന്താക്കിയാൽ മതി, ടാൻ 90 മൈനസ് എ ബൈ 2. അവിടെ എ ബൈ 2 തന്നെ എഴുതണം, എക്സ് ബൈ 2 എന്ന് എഴുതരുത് കേട്ടോ, നമുക്ക് മാറിപ്പോരുത്, ഇത് രണ്ടും വെട്ടിപ്പോവും. അപ്പം നമ്മൾ 90 മൈനസ് 1/2 അങ്ങനെ തന്നെ വരും. എക്ക് എന്താ നമ്മൾ കൊടുത്തത്, എ ബൈ 2 അല്ലേ ഇവിടെ കിട്ടുന്നത്, വെട്ടിക്കഴിയുമ്പോൾ 90 മൈനസ് എ ബൈ 2 വരും. അപ്പോൾ എക്ക് എന്താ കൊടുത്തത്, ദാറ്റ് ഈസ് ഈക്വൽ ടു 90 മൈനസ് എക്സ്. അപ്പോൾ നമ്മൾ ആ വാല്യൂ ഇവിടെ ഒന്നങ്ങ് എടുത്തു കൊടുക്കും, 90 മൈനസ് എക്സ് കൊടുക്കും. ആദ്യം കൊടുത്ത വാല്യൂ ഒന്നും കൊടുക്കാം. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് വാല്യൂസായി വൈ ആയി. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് കൂടി എടുക്കാം നമുക്ക്. dy ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ 90 കോൺസ്റ്റൻ്റ് ആണ്, 0 ആയിപ്പോവും. ദെൻ 0 ആയി മൈനസ് ഹാഫ് അങ്ങനെ തന്നെ വരും. ഇവിടെ 90 കോൺസ്റ്റൻ്റ് ആണ്, 0 ആയിപ്പോവും. -1 എക്സിൻ്റെ ഡെറിവേറ്റീവ് -1 വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് ഹാഫ് വരും. -1 ഇൻറ്റു -1 ഹാഫ് വരും. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഈ ഒരു പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടാൻ ഇൻവേഴ്സ് ഓഫ് √1 + s² -1/x നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കിടക്കുന്നത്, പുട്ട് എക്സിന് എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെയും ടാൻ തീറ്റയാണ്. കാരണം നമ്മൾ പുറത്ത് കിടക്കുന്ന ടാനാണ്, നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ വേണം, ഈ പുറത്ത് ആരാണ് നമുക്ക് മനസ്സിലാവാത്ത ഒരു പ്രോബ്ലത്തിലാണെങ്കിൽ ഈ ഔട്ട്സൈഡ് ബ്രാക്കറ്റിനകത്ത് ആരാണോ കിടക്കുന്നത് അതായിരിക്കും മാക്സിമം നമ്മൾ കൊടുത്ത വരുന്ന വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പുട്ട് എക്സിന് ഏതായിരിക്കും, ടാൻ തീറ്റ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതേ ഫോർമുലയിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. കിട്ടാത്തവർ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ക്ലാസ്സോറ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് അതിനകത്ത് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു പ്രോബ്ലം അല്ല, ഒരു ചാപ്റ്റർ തന്നെ. ശരിക്കും നമ്മുടെ ക്ലാസ്സോറ എന്ന് പറഞ്ഞാൽ മാത്സിൻ്റെ ഒരു ഗൈഡാണ്. നിങ്ങളൊരു ടെസ്റ്റ് മേടിക്കുമ്പോൾ ആ ടെസ്റ്റിനകത്ത് എന്താണ് പ്രോബ്ലംസ് സോൾവ് ആയിട്ട് കിടക്കുന്നു. അത് പല ടൈപ്പിലുള്ള പ്രോബ്ലംസ് പല രീതിയിൽ കിടക്കുന്നു. അത് നമ്മുടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കാൻ പാടാണ്. പക്ഷെ നമ്മുടെ ക്ലാസ്സോറയ്ക്കകത്ത് ഒരേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒരുപോലെ ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും 10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടെസ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ഔട്ടാണ് ഇതുപോലെ തന്നെ. അതുപോലെ നമുക്ക് L1 വീഡിയോ ആണ് നമ്മുടെ ഏറ്റവും വലിയ ക്ലാസ്സോറയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് എല്ലാം ഒരുപോലെയുള്ള പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് ചെയ്തു വരുന്നത്. അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റ് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളിത് എന്താണ്, ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആപ്പിനകത്തുണ്ട്. അത് കയറി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് ആ ആപ്പിൻ്റെ പ്രത്യേകത എന്നുള്ളത്. ഒരു ഗൈഡ് മേടിക്കണമെങ്കിൽ 10,900 രൂപ നിങ്ങൾക്ക് കൊടുക്കണം അല്ലേ. 1,000 രൂപയുടെ നിങ്ങൾ മുടക്കാൻ തയ്യാറാണെങ്കിൽ 1999 രൂപയ്ക്ക് നിങ്ങൾക്ക് ക്ലാസ്സോറ എന്ന് പറയുന്ന മാത്സിൻ്റെ ഒരു ഗൈഡാണ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. അത് നിങ്ങളുടെ മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. അത് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഏറ്റവും ബുദ്ധിമുട്ടായ മാത്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാത്സിന് മാർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ ചെന്നാലും നിങ്ങൾക്ക് അഡ്മിഷനകത്ത് ഫീസ് കുറച്ച് പഠിക്കാൻ പറ്റും. അപ്പോൾ അത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളും പ്രയോജനപ്പെടുത്തുക. ഓക്കെ, ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പ്രോബ്ലംസ് ഒരു ടീച്ചർ പറഞ്ഞുതരാം. അതറിയാൻ പാടില്ലാത്തവരൊക്കെ നിങ്ങൾ എന്താണ് ആപ്പിൽ കയറി പഠിക്കുക കേട്ടോ. ഇപ്പോൾ അതായത് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ടാൻ ഇൻവേഴ്സ് ഓഫ് 3x - s³ ബൈ 1 - 3s² 3s² എന്നുള്ളൊരു പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിക്കവാറും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് ഓഫ് നമുക്ക് വരുമ്പോൾ 2s² - 1 കാണാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ y = ടാൻ ഇൻവേഴ്സ് ഓഫ് cos x - sin x ഡിവൈഡഡ് ബൈ cos x + sin x. ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഒന്ന് നന്നായി നോക്കി പഠിച്ചുകൊണ്ട് പോവുക. അതുപോലെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോപ്പർട്ടി വരുന്നതാണ് ഒരു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് π/2. സൈനും കോസും ഭയങ്കര കൂട്ടുകാരാണ്. അപ്പോൾ സൈനും ഇൻവേഴ്സിനകത്ത് ഇതേ രണ്ട് നമ്പർ സെയിം വന്ന ആൻസർ എപ്പോഴും 1 π/2 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ്
എക്സ് സ്ക്വയർ പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ ഈസ് 5/2 ആയിരിക്കും. അതുപോലെ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് 3/2 എന്ന് ചോദിച്ചിട്ട് ഈക്വൽ ടു 5/2 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു പ്രോബ്ലം ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു അതിൻ്റെ ആൻസർ ഈസ് 3/2 വരും. കാരണം ഈ രണ്ട് നമ്പർ ഈക്വൽ ആയാലല്ലേ നമുക്ക് 5/2 എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പല ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കാണാവുന്നതുകൊണ്ട് ടീച്ചർ ഇത്രേ പറയുന്നുള്ളൂ. അപ്പോൾ മാത്സിൻ്റെ ഗൈഡായ ക്ലാസ് ഓറ മാക്സിമം പ്രയോജനപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് ഡേ എല്ലാവരും മറന്നു പോകാതെ കാണണം. മാക്സിമം കുട്ടികളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.